നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി CPM നേതാവ് പി ജയരാജൻ. കമ്മ്യൂണിസ്റ്റുകൾ പാർലമെന്ററി വ്യവസ്ഥയിൽ എത്തുമ്പോൾ ജീർണതകൾ കടന്നുവരികയാണ്. അതിനെ ചർച്ച ചെയ്ത് തിരുത്തിയില്ലെങ്കിൽ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്നും പി ജയരാജന്റെ പരോക്ഷ വിമർശനം. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, CPM-ൽ ഈ കനത്ത തോൽവിക്ക് പിന്നാലെ പൊട്ടിത്തെറിയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയനും MV ഗോവിന്ദനും എതിരെ അടക്കം പോസ്റ്ററുകൾ, ഫ്ലക്സുകൾ, അങ്ങനെ ഒരു ഫ്ലക്സ് യുദ്ധവും ഒരു വശത്ത് നടക്കുമ്പോൾ ഇപ്പോൾ പി ജയരാജന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. നേതൃത്വത്തിന്റെ നിരയിലേക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ പദവിയിലേക്ക് പി ജയരാജൻ വരട്ടെ എന്നുള്ള ഒരു പൊതുജന വികാരം കണ്ണൂരിലുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അതിനിടയിലാണ് പി ജയരാജൻ കൂടി പ്രതികരണം നടത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? രാഖി, തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ CPM-നുള്ളിൽ മുറുമുറുപ്പുകൾ ഉയരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം കൃത്യമായി നേതൃത്വത്തിനെതിരെ ഒരു വിമർശനം നടത്തുക തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകൾ പാർലമെന്ററി വ്യവസ്ഥയിൽ എത്തുമ്പോൾ പലതരം ജീർണതകൾ കടന്നു വരും എന്നാണ് പി ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അത് ചർച്ച ചെയ്ത് തിരുത്തണം, ഇല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രശ്നങ്ങൾ പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ ആകില്ല. തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടി സംഘടനയ്ക്ക് അകത്ത് നടത്തണമെന്നാണ് പി ജയരാജൻ പറയുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തുടനീളം വലിയ തിരിച്ചടിയാണ് CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ പാർട്ടി കോട്ടകളിൽ പോലും വലിയ കുത്തൊഴുക്ക് UDF പക്ഷത്തേക്ക് ഉണ്ടായി. അതൊക്കെ തന്നെ ഒരു പുനർവിചിന്തനത്തിന് പാർട്ടി നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും അപ്രമാദിത്യം പല മണ്ഡലങ്ങളിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊരു വിലയിരുത്തൽ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു വിമർശനം. പാർട്ടിയുടെ എല്ലാ കാലത്തും പാർട്ടിയോടൊപ്പം നിൽക്കൂ, എന്നാൽ പിണറായി വിജയൻ്റെ യുഗത്തോടുകൂടി പാർട്ടിയിൽ നിന്ന് അല്പം പിൻവലിയേണ്ടിയും വന്ന പി ജയരാജൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം കാണാൻ. ഏതായാലും പരോക്ഷ വിമർശനത്തിന് പി ജയരാജൻ തന്നെ തുടക്കമിട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും പരോക്ഷ വിമർശനവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രാഖി, ശരി മിഥുൻ, എന്തായാലും വളരെ സമഗ്രമായ വിവരങ്ങളാണ് മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് നൽകിയത്.